ഈ ജാറും ഒക്കെ ഇരിക്കുന്നതിനിട്ട് നിങ്ങൾ കുക്കിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് നമ്മൾ ഓർക്കിഡിനുണ്ടാക്കുന്ന അടിപൊളി ഒരു ജൈവ വളത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇല കണ്ടോ, എല്ലാവർക്കും അറിയായിരിക്കും, പണ്ടുകാലം മുതലേ ഈ വേലിപ്പത്തലിലും പറമ്പിലും ഒക്കെ നിൽക്കുന്ന ഇലയാണ് ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മുടെ ഓർക്കിഡിന് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്ലറി അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ്, ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം, എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇല ഉപയോഗിച്ചിട്ട് പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പൊതയിടുന്നതൊക്കെ മണ്ണിൽ. അപ്പോൾ മണ്ണിൽ ജൈവ വളത്തിൻ്റെ ആ ഒരു അംശം കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ നൈട്രജൻ കിട്ടുന്ന ഒരു പച്ചില വളമാണ് നമ്മുടെ ഈ ശീമക്കൊന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഓർക്കിഡിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് ഞാൻ കുറച്ചില ഇന്നലെ പിച്ചി വെച്ചതാണ് കേട്ടോ. എല്ലാം വാടിയിട്ടുണ്ട്, കുറച്ചെല്ലാം നന്നായിട്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ 2-3 രീതിയിൽ ഈ ശീമക്കൊന്നയുടെ ഇല ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നമുക്കിത് മിക്സി കാണുമ്പോൾ അറിയാമല്ലോ, നമ്മളിത് മിക്സിയിൽ അരച്ചുപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡയറക്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ലറി ആക്കിയിട്ട് ഒരാഴ്ച വെച്ചിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്ലാന്റ്സിൽ, ഇൻഡോർ പ്ലാന്റ്സിലും ഔട്ട്ഡോർ പ്ലാന്റ്സിലും ഒക്കെ ഡയറക്റ്റ് ഇതുപോലെ എടുത്തിട്ട് ഓരോ തണ്ടെടുത്ത് പിച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ചാണകത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഈ ഒരു ശീമക്കൊന്നയുടെ. അപ്പം ചാണകം എന്ന് പറയുമ്പം പലർക്കും ഇപ്പോൾ എല്ലാ വീടുകളിലും ഒന്നും പശുവും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. അപ്പം അവർക്കൊക്കെ ഈസി ആയിട്ട് ഇത് ഒരു തണ്ട് വെച്ച് പിടിപ്പിച്ചാൽ, ഒരു ചെറിയൊരു തണ്ട് മതി ഇത് പിടിപ്പിക്കാനായിട്ട്. ഇതുപോലൊരു തണ്ട് വെച്ച് പിടിപ്പിച്ചാൽ അത് നമുക്ക് ഈ ഇലകൾ വരുന്നതനുസരിച്ച് പിച്ചി അരച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചാണകത്തിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പച്ചില വളമാണ് ഈ ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ നമ്മൾ ഇന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാവേ. നമുക്ക് ഈ ഒരു ഓർക്കിഡിന് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ പിച്ചി എടുക്കാവേ. ഈ തണ്ട് ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പം തണ്ടിലപ്പോൾ അരഞ്ഞ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അധികം തണ്ട് ഇടണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഈ ഇളം തണ്ടുകൾ മാത്രമേ ഇടാം, മുറ്റിയ തണ്ടുകൾ ഒഴിവാക്കാവേ. ഇതിൻ്റെ തണ്ടും കനമുള്ള കമ്പും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ശീമക്കൊന്ന എന്ന് പറയുന്നത് ഒരു ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഒരു ചെറിയ മരമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു കുറ്റിച്ചെടിയായിട്ട് തന്നെ വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വിത്ത് വഴിയും തണ്ട് മുറിച്ചും ഒക്കെ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ വിത്ത് വഴി ഇതിന് പ്രചരണം നടക്കാറുണ്ട്. പണ്ടൊക്കെ കൃഷിയിടങ്ങളിൽ അതിരിലൊക്കെ ഇപ്പോഴും കാണാം, പല നാട്ടുമ്പുറങ്ങളിലുമൊക്കെ അതിരിലൊക്കെ പിടിപ്പിച്ചിട്ട് വളർത്തുന്ന ഒരു ചെടിയാണിത്. ഏറ്റവും കൂടുതൽ ഗുണമുള്ളതുകൊണ്ടാണ്, നൈട്രജൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെയാണ് പലരും ഇത് വളർത്തുന്നത്. നമ്മൾ വിചാരിക്കും ചുമ്മാ ഒരു പുല്ല് പോലെ വളരുന്ന ഒന്നാണ്, പക്ഷേ ഇതിൻ്റെ ഗുണം അറിഞ്ഞ് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് അരഞ്ഞ് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഈ ശീമക്കൊന്ന നമുക്ക് പച്ചില വെള്ളത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന് കൊമ്പ് കോതിയിട്ട് ഏതാണ്ട് ഒരു 2-3 മീറ്റർ വരെ ഉയരത്തിൽ നിർത്തിയിട്ട് വളർത്താൻ പറ്റും. വർഷത്തിൽ ഏതാണ്ട് ഒരു 3-4 തവണയെങ്കിലും ഇതിൽ നിന്ന് മാക്സിമം നമുക്ക് ലീഫുകൾ ശേഖരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ശേഖരിച്ചാൽ പോലും ഈ പ്ലാന്റ് കേടായി പോകുന്നില്ല. നല്ല ഒരു കമ്പിനകത്ത് നിർത്തിക്കൊണ്ട് മൊത്തത്തിൽ കോതി എടുക്കാൻ പറ്റും. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ നന്നായിട്ട് അരയും. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് അരയ്ക്കാൻ പാടായിരിക്കും. ചെറിയ മിക്സിയുടെ ജാറിൽ ചെയ്താൽ മതി. അപ്പോൾ ഒത്തിരി വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട, കാരണം നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അരിച്ചെടുക്കാം. പിന്നീട് ഇത് ഒരുപാട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ അരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാവേ. ഇത് നമുക്ക് ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നൊരു ജ്യൂസ് പോലെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ വർഷത്തിൽ ഏതാണ്ട് 5 മുതൽ 10 കിലോഗ്രാം വരെ പച്ചില ഈ പ്ലാന്റിൽ നിന്ന് കിട്ടും എന്നാണ് ഈ ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഏതാണ്ട് ഇത് കൃഷിയായിട്ടൊക്കെ ചെയ്യുന്നവർ 400 ചെടികളുള്ള ഒരു വരിയിൽ നിന്ന് ഏതാണ്ട് 5 മുതൽ 6 ടൺ വരെ പച്ചില ലഭിക്കുന്നുണ്ട്. അതായത് നെൽകൃഷി അങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുന്നത്, അതായത് തെങ്ങിൻ്റെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇത് അവർ പച്ചില വളത്തിനായിട്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈ ശീമക്കൊന്നയിൽ ഏതാണ്ട് ഒരു 2.76% നൈട്രജൻ ഉണ്ട്. പക്ഷേ ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ അളവ് അതിനെ അപേക്ഷിച്ച് കുറവാണ്. ഫോസ്ഫറസിൻ്റെ അളവ് ഇത് ഏതാണ്ട് ഒരു 0.28% മാത്രമേ വരുന്നുള്ളൂ. എങ്കിലും നമ്മുടെ പ്ലാന്റ്സിന് അതൊരു ഗുണകരം തന്നെ ആയിരിക്കും.
അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 4.6 ആണ്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തും അതേസമയം തന്നെ നല്ലൊരു ഫ്ലവറിങ്ങും നമ്മുടെ പ്ലാന്റ്സിന് കിട്ടും. അതിപ്പം കൃഷിയിടത്തിലായാലും ഓർക്കിഡ്സിലായാലും ഇൻഡോർ പ്ലാന്റ്സിലായാലും ഒക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും. ഇത് അത്രത്തോളം നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വളമാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചട്ടിയിൽ വളർത്തേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം ചെടികൾ വളർത്തുന്നു അതോടൊപ്പം നമുക്ക് ഇതൊരു ചട്ടിയിൽ വെച്ച് വളർത്തി കഴിഞ്ഞാൽ ഒന്ന് പിച്ചി ഇടേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അത് അവിടെ കിടന്നിട്ട് വളമായിട്ട് മാറും. നമുക്കിത് ഇങ്ങനെ ഒന്നും പ്രോസസ്സ് ചെയ്ത് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. ഇതുപോലെ നമുക്ക് മാക്സിമം ഇതിൻ്റെ നീര് ഫുള്ള് എടുക്കണം കേട്ടോ. ഈ വേസ്റ്റ് വരുന്ന ചണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് പോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ അഗ്ലോണിമയുടെ ചുവട്ടിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് വന്ന ഈ ഒരു ചണ്ടി അങ്ങിടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ ഈ വേസ്റ്റ് വരുന്ന ചണ്ടികളൊക്കെ നമ്മളിതുപോലെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി റെയർ വെറൈറ്റികളിലൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും കേട്ടോ. ഒത്തിരി ഇങ്ങനെ കെട്ടിക്കിടന്ന് ഇതുപോലെ ഒരു ഡ്രൈ ആക്കി ഇട്ടാൽ വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ ലീഫുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കമ്പുകളൊക്കെ മുഴുവനെ നമുക്ക് കോതി ഇങ്ങനെ തന്നെ ചുമ്മാ പിച്ചി ഇട്ട് കഴിഞ്ഞാൽ തന്നെയും നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. നല്ല ഒരു ഫ്രഷ്നെസ് ആയിരിക്കും പ്ലാന്റിനൊക്കെ. അതിട്ട് കുറച്ച് ദിവസം 2-3 ദിവസം എടുക്കും അതൊന്ന് കമ്പോസ്റ്റ് പോലെ ആയി മാറാൻ. അപ്പോൾ ഒരു നല്ല ഒരു തണുപ്പും പ്ലാന്റ്സിന് കിട്ടും. അപ്പോൾ ഈ നല്ല ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നല്ല സൂക്ഷ്മജീവികളൊക്കെ മണ്ണിൽ വളർന്നിട്ട് പ്ലാന്റിന് ഗ്രോത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഈ അരച്ച് നീരെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം നമുക്കിനി കുറച്ചുകൂടി ഡയല്യൂട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിനകത്തോട്ട് ഈ എത്ര നമ്മൾ എടുക്കുന്നു അതിൻ്റെ 10 ഇരട്ടി വെള്ളം തന്നെ ചേർക്കണം. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു 8 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ എടുക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷേ പുളിപ്പിച്ചാൽ ഇതിൻ്റെ ഗുണം ഇതിനിരട്ടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും ഒരു 5 മുതൽ 8 ഇരട്ടി വരെ വെള്ളം ചേർക്കണം. ഇതോടൊപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ടാഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വെറ്റ്നറാണ്. ഒരു വെറ്റിംഗ് ഏജൻറ്റ് കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നഷ്ടപ്പെടാതെ ഫുള്ളായിട്ട് പ്ലാന്റ്സിന് കിട്ടും. വെറ്റിംഗ് ഏജൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ശീമക്കൊന്നയുടെ ഈ ഒരു ജ്യൂസിനകത്തോട്ട് ചേർത്ത് സ്പ്രെയറിൽ ഒഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഒഴിച്ചിട്ട് നമുക്ക് അത്രയും ഇരട്ടി തന്നെ വെള്ളവും കൂടി ചേർക്കാം. ഇത് ഏകദേശം ഒരു 1/2 ലിറ്റർ ഉണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 5 ലിറ്ററിൻ്റെ ബോട്ടിൽ. അപ്പോൾ ഒരു 1/2 ലിറ്ററും നമുക്ക് ബാക്കി ഫുള്ള് വെള്ളവും കൂടെ ഫില്ല് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ 5 ലിറ്റർ ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു പ്രഷറും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഫുള്ള് പ്ലാന്റ്സിന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ വലിയ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് ഫുൾ പ്ലാന്റ്സിന് അടിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലുപയോഗത്തിനൊക്കെ ഇതിന് 3 ലിറ്റർ 5 ലിറ്റർ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ സ്പ്രെയർ അതുപോലെ ഫെർട്ടിലൈസർ അതുപോലെ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ എടുത്ത വെള്ളം ഈ ഒരു നമ്മുടെ സ്ലറി പോലെ ഉണ്ടാക്കുന്ന ഈ ഒരു ജ്യൂസ് ഫുള്ള് റൂട്ടിലും ലീഫിലും അതുപോലെ തണ്ടിലും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. ഈ പ്ലാന്റൊക്കെ കണ്ടോ നല്ല രീതിയിൽ റൂട്ടായി നിൽക്കുന്നുണ്ട് ഈ ഓർക്കിഡ്. അപ്പം ഇതുപോലുള്ള വളങ്ങളൊക്കെ ജൈവ വളങ്ങളും രാസവളങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറി മാറി കൊടുക്കണം. ഒരു രാസവളം മാത്രം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ജൈവവളങ്ങൾ മാത്രം കൊടുക്കാതിരിക്കുക. എല്ലാ വളങ്ങളും മിക്സ് ചെയ്ത് അതിനെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള ഒരു റിസൾട്ട് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാത്തരം വളങ്ങളും നമ്മൾ മാറി മാറി ഉപയോഗിച്ച് ആ പ്ലാന്റ്സിന് ഒരു മാറ്റമാണ്. എല്ലാം കിട്ടുമ്പോൾ അതിനൊരു സന്തോഷമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം ഈ ഒരു സ്ലറി നമുക്കൊരു പൈസ ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.